ഡിസ്ട്രിക്ട് കോർട്ട് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ ബാർ ഫുട്ബോൾ ടൂർണമെന്റ് 2026 ലോഗോ പ്രകാശനവും പ്രസിഡൻഷ്യൽ പാർട്ടിയും മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്നു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ലോഗോ പ്രകാശനം ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് കോർട്ട് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ ബാർ ഫുട്ബോൾ ടൂർണമെന്റ് 2026 ലോഗോ പ്രകാശനവും പ്രസിഡൻഷ്യൽ പാർട്ടിയും നടന്നു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി ഹൈക്കോടതി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും തന്നെ പലയിടത്തും യാതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഇല്ലാതെ ആയിരക്കണക്കിന് ലോ കോളേജുകൾക്കാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അനുവാദം കൊടുക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അനുവാദം കൊടുത്തതെന്ന് ഞാൻ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഓരോ എൻറോൾമെന്റിനും നമുക്കറിയാം, ഞാൻ ബാർ കൗൺസിലിനെ കുറ്റം പറയല്ല, വലിയൊരു ഫീയാണ് ഇവർ ഈടാക്കിക്കൊണ്ട്. ഒരു കുട്ടി എൻറോൾ ചെയ്യുമ്പോൾ 10,26,000 രൂപ ഫീസ് മേടിക്കണം. പക്ഷേ അഡ്വക്കേറ്റ്സ് ആക്ടിൽ 700 രൂപയോ മേടിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ മേടിക്കരുതെന്ന് സുപ്രീം കോടതി ഈയിടയ്ക്ക് വിധി പറഞ്ഞു. അപ്പോൾ ബാർ അസോസിയേഷനിൽ പക്ഷേ ഗുണനിലവാരമില്ലാത്ത കോളേജുകളിൽ നിന്നും കുട്ടികൾ വരുന്നത് നമ്മുടെ ഈ പ്രൊഫഷൻ നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും ബാർ കൗൺസിൽ ഓഫ് കേരളയും ഒക്കെ ഈ കാര്യത്തിൽ ഗൗരവമായ ചർച്ചകൾ നടത്തണം. കോളേജുകൾക്ക് റെക്കഗ്നീഷൻ കൊടുക്കുമ്പോൾ ഇത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അതുപോലെ നമുക്കറിയാം, സെൽഫ് ഫൈനാൻസിങ് യൂണിവേഴ്സിറ്റികൾ ധാരാളം കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത് 90% കുറഞ്ഞ മാർക്കുള്ള ഒരു വിദ്യാർത്ഥി പോലും ഇല്ല. 90% കുറഞ്ഞ ഈ മാർക്ക് അവാർഡിങ്ങിന് UGC യാതൊരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ പാസ്സായി വരികയാണ്. അതുകൊണ്ട് നമ്മുടെ LLB വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ബാർ കൗൺസിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് വിളിക്കും. രജിസ്ട്രാറായിട്ടിരുന്നുകൊണ്ട് എനിക്കറിയാം. അപ്പം ബാർ കൗൺസിൽ വിളിക്കുമ്പോൾ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുകയും ഗുരുതരമായ പ്രശ്നങ്ങളോട് നമ്മുടെ പ്രൊഫഷനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം ബാർ അസോസിയേഷൻ പ്രസിഡന്റാണ്. സംസ്ഥാനത്തെ വിവിധ ബാർ അസോസിയേഷനുകളിൽ നിന്നുള്ള ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. മാർച്ച് 28, 29 തീയതികളിൽ കിഴക്കേക്കര ടർഫ് കോർട്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഒരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് താരതമ്യേന ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ 11 22 കളിക്കാരെ സെക്രട്ടറി പറഞ്ഞ പോലെ സ്വീകരിക്കണം. അവരെ മാത്രം പോരാ, പല ടീമുകളുണ്ടാവും, വളരെയധികം കളിക്കാരുണ്ടാവും. ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആസ്വാദകരുള്ള ഒരു കളിയാണ്, സ്പോർട്സാണ്. വളരെയധികം കാഴ്ചക്കാരുണ്ടാവും. വളരെ ശ്രമകരമാണ്. അതുകൊണ്ടാണ് ഈ ഫുട്ബോള് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പലപ്പോഴും ഈ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ബാർ അസോസിയേഷനുകളാണ് എക്സെപ്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇത്ര ഒരു ശ്രമകരമായ ഒരു ജോലി, ഒരു ഇന്റർ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ആണെന്നാണ് പറഞ്ഞത്. അത് മൂവാറ്റുപുഴയിൽ മുമ്പുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഇത് സംഘടിപ്പിക്കുമ്പോൾ ഇത്തരം ശ്രമകരമായ മത്സരങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ആത്മവിശ്വാസവും ആർജവവും ധൈര്യവുമുള്ള ബാർ അസോസിയേഷനുകളുടെ ശ്രേണിയിലേക്ക് ഈ ബാർ അസോസിയേഷൻ വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ആരിഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെഷൻസ് ജഡ്ജ് KN ഹരികുമാർ, ഫാമിലി കോർട്ട് ജഡ്ജ് സിജിമോൾ കുരുവിള, വിജിലൻസ് കോടതി ജഡ്ജ് G രാജേഷ് G, സബ് ജഡ്ജ് അത്തീഖ് റഹ്മാൻ, മുൻസിഫ് ജഡ്ജ് നിവേദിത MA, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ 1 കോർട്ട് ജഡ്ജ് സാജിദ് ആൻതോഡ് തച്ചൻ, ടോണി T തടത്തിൽ, സെക്രട്ടറി അഡ്വക്കേറ്റ് LA അജിത്, മുൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് തോമസ് ജോൺ, അഡ്വക്കേറ്റ് NP തങ്കച്ചൻ, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ജ്യോതികുമാർ KS, അഡ്വക്കേറ്റ് മഹേഷ് CP തുടങ്ങിയവർ പങ്കെടുത്തു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.